ജെ വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ പരിമിതികൾക്ക് മുമ്പിൽ ചെക്ക് വെച്ച് മുന്നേറുന്ന ട്വിങ്കിൾ റിജുവിനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈശോയുടെ സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈശോയുടെ സാക്ഷ്യമായി മാറാൻ ജെ വൈബ്സിലേക്ക് ട്വിങ്കിൾ റിജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ട്വിങ്കിളിന് സുഖമല്ലേ? സുഖമാണ്. ട്വിങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? എൻ്റെ പേര് ട്വിങ്കിൾ. ഞാൻ വരുന്നത് എറണാകുളം മരട് ഭാഗത്തു നിന്നാണ്. എൻ്റെ ഫാമിലിയിൽ 4 പേരുണ്ട്. പപ്പ, മമ്മി, പിന്നെ ഒരു അനിയൻ. അനിയൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ +1 ഹ്യൂമാനിറ്റീസ്. ഞങ്ങൾ പഠിക്കുന്നത് തേവര SHലാണ്. ഒക്കെയാണ് ചെറിയ വിശേഷങ്ങൾ. ഇനി നമ്മൾ കുറേ നേരം ട്വിങ്കിളിനെയാണ് കേൾക്കാൻ പോകുന്നത്. ട്വിങ്കിൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ട്വിങ്കിളിന് കുറേ ചാമ്പ്യൻഷിപ്പിൽ ഇവിടെ ട്വിങ്കിൾ കടന്നു പോകുന്നുണ്ട്. പലരും അറിയുന്നില്ല, പലരും അറിയുന്നു. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറുന്നു. ഈ സാക്ഷ്യമാണ് ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മുമ്പിൽ ട്വിങ്കിൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നതിനൊരു കാരണം എന്താണ്? ഇതിന് പുറകിൽ വേറൊരു വ്യക്തിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ട്വിങ്കിൾ പറയാമോ? ട്വിങ്കിളിന് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിയപ്പെടുന്ന കുറച്ച് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അറിയപ്പെടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യം കിട്ടിയ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ-6 ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ ഡിസ്ട്രിക്ട് മുതൽ നാഷണൽ വരെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ. ഈ കഴിഞ്ഞ വർഷം നാഷണൽ 3rd ആയി. പിന്നെ ഏഷ്യൻ പ്ലെയറും കൂടിയാണ് ഞാൻ. അപ്പോൾ അല്ല, ഇത്ര നേരം പറഞ്ഞു ചാമ്പ്യനാണ്. എന്തിലാണ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ? ഞാൻ ചെസ് പ്ലെയറാണ്. ചെസ്സിലാണ് എനിക്ക് കിട്ടിയത്. ഏഷ്യൻ വരെയാണ് ഞാൻ ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇത് കുറച്ച് ആൾക്കാർ അറിഞ്ഞ കാര്യമാണ്. അറിയാത്ത നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്? അതായത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടുന്ന കുറേ ഭൂതകാലങ്ങൾ, ഇപ്പോഴും അതിനു വേണ്ടി പടയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഈശോ ഇടപെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം, അത് അത്ര ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഈശോ പുറകിലുണ്ട്, ഈശോയാണ് എനിക്ക് വേണ്ടി പൊരുതിയെന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ട്വിങ്കിൾ പറയുന്നു, ഈ ചാമ്പ്യൻഷിപ്പൊക്കെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നത് വേറൊരാളാണ്. വേറൊരാളുടെ ഒരു പ്രവർത്തനം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. തെളിവുണ്ടോ? തെളിവുണ്ട്. എന്നാ പറയൂ, എനിക്കത് അറിയണം. എന്താണ് തെളിവ്? തെളിവാണ് എൻ്റെ ജീവിതം മൊത്തം. എന്ന് വെച്ചാൽ കുഞ്ഞാൾ തൊട്ട് തന്നെ ഒരു ഏകദേശം ഒരു LKG 6 വയസ്സ് മുതലേ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഉണ്ണീഷോന്റെ ഒരു കുഞ്ഞു രൂപമാണ് എൻ്റെ കൂടെ ആദ്യം. എനിക്ക് എൻ്റെ എങ്ങനെയാ വന്നത് കയ്യിൽ? ഉണ്ണീഷോനെ അങ്ങനെ പിടിക്കാൻ കാരണം എന്താ? ഒരു ടോയ് പോലെയാണ് ആദ്യം എൻ്റെ കയ്യിലോട്ട് തന്നത് പാരൻസ്. എൻ്റെ കൂടെ എനിക്ക് ആരും ഇല്ലായിരുന്നു. അപ്പം പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, ഒരു കൂട്ടുകൂടാൻ സ്വന്തമായിട്ട് ഏജിൽ ഉള്ള രീതിയിൽ ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ സംസാരിക്കുകയും പിന്നെ ഞാൻ ഉറങ്ങാൻ നേരത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുകയും പിന്നെ അതിനകത്ത് ഉണ്ണീഷ ഒരു ആള് പോലെ കരുതിയിട്ട് ഒരു അതിനെ ഉടുപ്പുള്ള രീതിയിൽ ഇട്ട് പുതപ്പൊക്കെ വിരിച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് അതിനെ സൈഡിൽ വെച്ച് അങ്ങനെയായിരുന്നു തുടങ്ങിയത് ഫസ്റ്റ്. അപ്പൊ തൊട്ട് എൻ്റെ കൂടെ ഇപ്പൊ വരെ ഉണ്ട്. എന്തായാലും സംസാരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പണ്ട് സംസാരിക്കുമായിരുന്നു. കോമ്പറ്റീഷനിലൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അന്ന് മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഓരോ ദിവസങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, തനിയായിരുന്നു കൂടാൻ. എങ്ങനെയായിരുന്നു ഈശോയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ എനിക്ക് എപ്പോഴും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പം എനിക്ക് എൻ്റെ ഏജിലുള്ള ആരും ഇല്ല, എൻ്റെ കൂടെ സംസാരിക്കാനും കളിക്കാനും ആരും ഇല്ല. അങ്ങനെയാണ് എൻ്റെ കൂടെ ഉണ്ണീഷ ഉണ്ടായി തുടങ്ങിയത്. അപ്പം ഞാൻ എപ്പോഴും ഓരോ പരാതികളും വെറുതെ ഇങ്ങനെ സംസാരിക്കുമല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തല്ല, അതേപോലെ പരാതികളും അതും ഇതൊക്കെ പറയും. എനിക്കൊരു സിബ്ലിങ്ങിനെ തന്നൂടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പൊ എനിക്ക് അനിയൻ മാവേനെ എനിക്ക് കിട്ടി അവസാനം 1ാം ക്ലാസ് UKG ഒക്കെ സമയത്ത്. അങ്ങനെ അനിയൻ മാവ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനിയനെ ഏതെങ്കിലും പേര് കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ണീഷന്റെ പേര് തന്നെ ഇമ്മാനുവൽ. എനിക്ക് ഷുവറായിരുന്നു അത് അനിയനായിരിക്കും, അത് പേര് ഇമ്മാനുവൽ. അത് നേരത്തെ ഇട്ട് വെച്ച് അത് വിളിക്കുമായിരുന്നു. ഇമ്മാനുവൽ തന്നെ മതിന്ന് പപ്പ എടുത്തു മമ്മ എടുത്തു, അവന്റെ പേര് അങ്ങനെ തന്നെ മതി നല്ല രീതിയിൽ. അപ്പൊ ജനിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ തന്നെ അവനെ ഇമ്മാനുവലിനായി. ഉണ്ണീഷനെ പോലത്തെ ഒരു ഭാവേനയും വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്സിലേക്ക് വരാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെസ്സിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പപ്പ ചെസ്സ് പണ്ട് കളിക്കുമായിരുന്നു. പിന്നെ പാരൻസ് സമ്മതിക്കാതായിരുന്നുകൊണ്ടാണ്
പിന്നെ നിർത്തിയത്. ആഹാ. പിന്നെ പപ്പ ഞാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് മമ്മി പറഞ്ഞു എന്നെ പപ്പയുടെ ആഗ്രഹം എന്നിലൂടെ നിറയണം എന്നുള്ള രീതിയിൽ ചെസ്സ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കോച്ചറുടെ അടുത്താക്കിയാണ് ചെസ്സ് കളിക്കാൻ തുടങ്ങിയത്. ഈ ചെസ്സ് പഠിക്കാനായിട്ട് കോച്ചിനെ റെഡിയാക്കുമ്പോഴും നിങ്ങൾ ഒരുപാട് കടബാധ്യം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ കോച്ചിനെ എങ്ങനെ കിട്ടാനായിട്ട് എളുപ്പമായിരുന്നോ? കോച്ചിനെ ശരിക്കും ഒഫീഷ്യലായിട്ടുള്ളൊരു കോച്ചല്ലായിരുന്നു, സാധാരണ ഒരു കോച്ച്. അപ്പം ആദ്യം ഒരു ക്യാമ്പിനാണ് ആക്കിയത്. പിന്നെ പപ്പയ്ക്ക് അധികം സാമ്പത്തികമായിട്ടില്ലാത്തതുകൊണ്ട് കോച്ച് തന്നെ എന്നെ ഫ്രീ ആയിട്ട് കുറേ നാൾ പഠിപ്പിച്ചു. കോച്ചിനും മര്യാദയ്ക്കുള്ള ചെസ്സ് കറക്റ്റായിട്ട് അറിയില്ല, ഓപ്പണിങ്ങും അതും ഇതും അറിയില്ല. പക്ഷെ എന്നാലും കോച്ചിൻ്റെ പറ്റുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ കളിക്കാൻ നേരത്ത് കളിക്കുമ്പോഴും ജയിക്കുമ്പോഴും ഒപ്പോണൻസ് ഗെയിം നോക്കുമല്ല, ഒപ്പോണൻസിൻ്റെ പാരൻസ് വന്ന് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറയും ഇവളെങ്ങനെ കളിക്കുന്നു, എങ്ങനെ ജയിക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കും. ഇവൾക്ക് കറക്റ്റ് ഓപ്പണിംഗ് അല്ലല്ലോ, ഇവള് തെറ്റിപ്പോണുണ്ടല്ലോ ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ ചോദിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ദൈവമാണ് എൻ്റെ കൂടെ കളിക്കണതും ജയിപ്പിക്കണം, വേറെ എനിക്ക് ഈ കഴിവ് അധികമില്ല. ആദ്യമായിട്ട് കളിച്ച് ജയിച്ച ആ കോമ്പറ്റീഷൻ ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയായിരുന്നു? അന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈശോടപ്പെട്ട രീതികളൊക്കെ. അപ്പോൾ ആദ്യത്തെ കോമ്പറ്റീഷൻ എത്രാമത്തെ വയസ്സിലായിരുന്നു? 6 വയസ്സിൽ അണ്ടർ-6 ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അതിലും കുറേ പാരൻസ് വന്ന് അവരുടെ മക്കളാണ് ഫസ്റ്റ് കിട്ടാൻ പോണേന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, മനോരമ എന്ന് പറഞ്ഞ ടൂർണമെൻറ്റ്. ആ ടൂർണമെൻറ്റിലാണ് ശരിക്കും ഇത് കുറച്ചൊരു ടഫായിരുന്നു. മറ്റേത് ഗേൾസ് ഉള്ള ടൂർണമെൻറ്റ്, അണ്ടർ-6 ഗേൾസിൻ്റെ ആയിരുന്നു. മനോരമ എന്ന് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി, പക്ഷെ എൻ്റെ പ്രായം തന്നെ LP കാറ്റഗറി തന്നെയായിരുന്നു. അപ്പം അവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ബോളിൽ ഇരിക്കുന്ന കൊച്ചിൻ്റെ പാരൻറ്റ് വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നതാണ്, ഏകദേശം ഒരു പകുതി റൗണ്ട് എത്തി. അപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നതാണ് എന്തായാലും എനിക്കൊരു 5th or 6th എന്തെങ്കിലും കിട്ടും എന്ന് വെച്ചാൽ ആ കൊച്ച് രണ്ടാമത് 2-3 കൊച്ചുങ്ങളുടെ പേര് പറഞ്ഞ് അവർക്കായിരിക്കും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, എനിക്ക് വല്ല 5th or 6th കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞ്. അപ്പം അമ്മ ചിരിച്ചോ, അമ്മ ഒന്നും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ പാരൻസിന് ചെസ്സ് അറിയാം, ആ കൊച്ചിൻ്റെ പാരൻസ് കളിക്കും, ഗ്രാൻഡ് പാരൻറ്റ് കളിക്കും, ഫാമിലി മൊത്തം കളിക്കണം വരാം. ആ കൊച്ചിന് വരെയൊക്കെ കളിക്കാനും റേറ്റിംഗ് വരെ ഉണ്ട്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഓക്കെ എന്നുള്ള രീതിയിൽ അമ്മ ചിരിച്ച് പക്ഷേ ആ കളി മൊത്തം ജയിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് എത്തിയപ്പോൾ ആ കൊച്ചിൻ്റെ ഒപ്പം എൻ്റെ കൂടെ കളി വന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരേ ഈക്വൽ പൊസിഷനിൽ അന്നും എൻ്റെ കൂടെ ഉണ്ണീഷ ഉണ്ട്, എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉണ്ണീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പം എന്താ തോന്നിയേ? ഞാൻ ജയിക്കില്ല, ഞാൻ 5-6 ആകും എന്നൊക്കെ പറയുമ്പോൾ അപ്പം എന്തായിരിക്കും ഉണ്ണീഷയോട് പറഞ്ഞിട്ടുണ്ടാവുക ആ സമയത്ത്? എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, അതെന്താ കാര്യം ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ വിശ്വാസം ഉണ്ണീഷ ഉണ്ട്, ഞാൻ ജയിക്കും, അങ്ങനെയുള്ള രീതിയിൽ ബിഗിനർ ആയിരുന്നു ആ സമയത്ത്. ബിഗിനറാണ്. കളിക്കുന്നു, ജയിക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ഉണ്ണീഷൻ്റെ അടുത്ത് പറയും ഞാൻ അടുത്ത കളി പോണേണ്, അങ്ങനെയുള്ള രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അങ്ങനെ ന്യൂസിൽ വന്നത് 12 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ആണുങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉണ്ണീഷനെ പിടിച്ച് സംസാരിക്കുക, ഓരോ കാര്യങ്ങൾ പറയുക ചെയ്തില്ലേ? ഇതുപോലെ തന്നെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും എനിക്ക് പറ്റില്ല എന്ന് തോന്നിയൊരു സമയത്ത് ഈശോ കൂടെ ഇരുന്ന് എന്നെ കൈപിടിച്ച് ചെയ്യിപ്പിച്ചു എന്ന് തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കളി തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുമാതിരി എല്ലാ കളിയിലും ഫസ്റ്റാണ്. പക്ഷേ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തോക്കാൻ തുടങ്ങി. കളിക്കണ ഗെയിംസ് ആണെങ്കിലും സിമ്പിൾ പ്ലേസിൻ്റെ ഒപ്പമൊക്കെ ഇരുന്ന് തോക്കാൻ തുടങ്ങി. എൻ്റെ കളി മൊത്തത്തിൽ താഴെ പോയി. പിന്നെ എനിക്ക് മൊത്തം കോൺഫിഡൻറ്റ് പോയി. അപ്പോഴും ഉണ്ണീഷ കയ്യിലുണ്ട്, അങ്ങനെയല്ല, കോൺഫിഡൻറ്റ് പോയി. കഴിഞ്ഞ വർഷം നാഷണൽ ഞാൻ 2024 നാഷണൽ ബീഹാർ പോയായിരുന്നു. അപ്പം ഇങ്ങനെ സാധാരണ ടൂർണമെൻറ്റിൽ ചില ടൂർണമെൻറ്റിൽ ജയിക്കണമുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ലെവല് താഴോട്ടും കയറിയും അങ്ങനെയുള്ള സ്റ്റേബിൾ അല്ലാത്ത രീതിയിലായിരുന്നു. അങ്ങനെ നാഷണൽ കളിക്കാൻ പോയപ്പം എനിക്ക് ആ ഇടയിൽ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റാതെ, ഈ കളി എന്ന് പറയുമ്പോൾ നാഷണൽസൊക്കെ ആണെങ്കിൽ 4.5 മണിക്കൂർ കളി ബോർഡിൽ തന്നെ ഇരിക്കും. അപ്പം അതുവരെ ബോർഡിൽ അനങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചന മാത്രമുള്ളല്ല, നമുക്ക് ചുറ്റിനൊന്ന് നടക്കാന്നാണെങ്കിലും ബോർഡായിരിക്കും. തലവേദന എടുക്കുമ്പോൾ കണ്ണൊക്കെ ആകെ മങ്ങിപ്പോണായിരുന്നു. അപ്പോൾ കളിക്കണ കളിയൊക്കെ തെറ്റിപ്പോവും. ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു നാഷണൽ കളിച്ചോണ്ടിരുന്നത് വെച്ചാൽ. നാഷണൽ കളിക്കുമ്പോൾ ഞാൻ ഒരു കളിയിലാണെങ്കിൽ ഞാൻ ജയിക്കും എന്നുള്ള രീതിയിൽ എന്തായാലും
ഡ്രോ ചെയ്യാവുന്നുള്ള രീതിയിലായിരുന്നു, ഈക്വൽ എന്നുള്ള രീതിയിൽ ഒരു കള നീക്കി വെച്ചപ്പോൾ ഞാൻ പോയി, മൊത്തം ഒരു കളി തോറ്റുപോയി. അങ്ങനെ എൻ്റെ ചാമ്പ്യൻഷിപ്പ് പോയി. എനിക്ക് എന്തായാലും ആ ടോപ്പ് ബോർഡിൽ കിട്ടൂല നല്ല രീതിയിൽ ഇരുന്നപ്പം കളിച്ച് വീണ്ടും ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ റൗണ്ട് എത്തിയപ്പോൾ വീണ്ടും തലവേദന വന്നിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ബോർഡ്. എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടിൽ അങ്ങനെ ആയിരുന്നോണ്ട് ലാസ്റ്റ് റൗണ്ടിൽ ഇരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഈശോയെ മാതാവേ മര്യാദക്ക് കളിച്ചോ, എനിക്ക് കളിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട്, എനിക്ക് കൈ വിട്ടിട്ട് എന്താ വെച്ചാൽ കളി തെറ്റിപ്പോണ് കളിക്കണ മൊത്തം, കളിച്ചോളണം എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ലാസ്റ്റ് വരെ നോക്കിയപ്പോ അതും എന്നെ അതിന് മുമ്പത്തെ വർഷം ഹൊസൂറിൽ വെച്ച് എന്നെ തോപ്പിച്ച് വെച്ചതിനൊപ്പം ഞാൻ കളിക്കണേ. അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇങ്ങനെ കളിക്കുമ്പോ, ഒപ്പോണൻസിന്റെ ഒപ്പം കളിക്കുമ്പോ മനസ്സിൽ പേടിയുണ്ടെങ്കിലും കളിക്കണമല്ല, വേറെ ഒന്നുമില്ലല്ലേ. അപ്പൊ കളിക്കാനിരുന്ന് കളിച്ച് ജയിച്ചപ്പോ എൻ്റെ മുമ്പിലത്തെ ബോർഡാണ് ഡ്രോയെ, എനിക്ക് അങ്ങനെ നാഷണൽ 3rd കിട്ടി, ബുച്ചിൻ്റെ പോലും മാറിയില്ല, അങ്ങനെ ജയിച്ചു. ഇനി ഇതുപോലെ ഈശോയുടെ ഇത്ര അടുക്കാൻ വേണ്ടി ഓരോന്നും ഈശോയോട് ഓരോ കാര്യങ്ങൾ പറയാൻ മാത്രം ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ നിനക്ക് തന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പപ്പ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പപ്പയും മമ്മിയും. അങ്ങനെ എപ്പോഴും അവർ പ്രാർത്ഥിക്കും, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരാണ്. പപ്പ പറയും എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ. പപ്പ മൊത്തത്തിൽ പ്രാർത്ഥിക്കും, വൈദികർക്കാണെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എപ്പോഴും എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാൻ നിർത്തും, ഭജനങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് വിശ്വാസം വന്നു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും പപ്പ മമ്മീനെ കല്യാണം കഴിച്ച മുതൽ പപ്പ എല്ലാ വർഷം ഡിവൈനിൽ പോകും, ആഴ്ചയിൽ ഒരാഴ്ചയെങ്കിലും ഡിവൈനിൽ പോകും. അപ്പം ഞാനും ജനിച്ചപ്പോൾ ഞാൻ ഡിവൈനിൽ പോകും. അങ്ങനെയാണ് വചനങ്ങൾ പഠിച്ചു തുടങ്ങിയത്. നഴ്സറിയിൽ വചനങ്ങൾ പഠിക്കാനും അങ്ങനെ ഒരു ഇത് കിട്ടി. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ കണ്ടിന്യൂഷനായിട്ട് പോകും. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു കാരണമുണ്ടോ ആദ്യമായിട്ട് ഈ ഉണ്ണീശോനെ കയ്യിലെടുക്കാനായിട്ട്? ടോയ് ആയിട്ടാണ് തന്നേന്ന് പറഞ്ഞില്ല, അത് ആരാണ് ഈ ഉണ്ണീശോനെ കയ്യിൽ തന്നെ? മമ്മി പറഞ്ഞത് അന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇത് തന്നപ്പം? കുട്ടിനാണെന്ന് ഒന്നും ഓർമ്മയില്ല. ഞങ്ങൾ പക്ഷെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കളിക്കുമല്ലോ, ഇങ്ങനെ സാധാരണ അമ്മയും കൊച്ചും കളിക്കണോ, ഇങ്ങനെ പൊതിഞ്ഞ് കളിക്കുമല്ലോ, അതേപോലെ ഞാൻ ഈ തൊട്ടിലുണ്ടാക്കി തൊട്ടിൽ പൊതിഞ്ഞ് അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. ആ ഉണ്ണീശോനെ കാണിക്കാമോ? അപ്പൊ ഈ ഉണ്ണീശോനെ കൊണ്ടാണ് എല്ലായിടത്തും നടക്കുന്നത് അല്ലേ? ഒരു പ്രാവശ്യം എൻ്റെ ഒരു അപ്പോണന്റ് ചോദിച്ച്, ഉണ്ണീശോ എന്തോ കയ്യിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് കളിക്കാൻ പറഞ്ഞ് ചോദിച്ചു. അപ്പം ആ കൊച്ചു പറഞ്ഞപ്പോ ഞാൻ ആ കൊച്ചു ആർബീറ്റിനെ വിളിച്ചു, എന്തോ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവള് ഇങ്ങനെ കളിക്കണ കണ്ടപ്പോ ഒപ്പം ഞാൻ പറഞ്ഞു നിന്നെ കാണിക്കൂല, ആർബീറ്റനെ വേണമെങ്കിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആർബീറ്റനെ വിളിച്ച് ആർബീറ്റനെ കാണിച്ചു കൊടുത്ത്. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ കളി കഴിഞ്ഞപ്പോ അപ്പോണന്റ് അമ്മയടുത്ത് ചോദിച്ചു, എനിക്ക് ഇതെന്താന്ന് എനിക്ക് കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ, ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ച്. അപ്പൊ അമ്മ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോണന്റ് ഒരു ഹിന്ദു ആണെങ്കിലും അവളൊരു എന്താണെന്ന് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുത്ത്. പിന്നെ എൻ്റെ കൂടെ കളിക്കണ ആൾക്കാരാണെങ്കിലും പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ കളിച്ച് ജയിക്കണോണ്ട് ഞാൻ ഈ കളി സ്ഥലത്ത് പള്ളി ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ കയറുമല്ലോ ഒറ്റ. അപ്പം വേറെ കൊച്ചുങ്ങൾ വേറെ മതസ്ഥക്കാരും വന്നിട്ട് പള്ളി കയറും പ്രാർത്ഥിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കൊന്തയിടുന്ന കണ്ടിട്ട് വേറെ ആൾക്കാർ വരെ കൊന്തയിടാൻ തുടങ്ങി. അപ്പൊ അവർക്കും വിശ്വാസം പകർന്നു കൊടുക്കും, കളിക്കുന്ന സ്ഥലത്ത് വരെ ഈശോനെ കൊടുക്കാൻ തുടങ്ങിയല്ലേ? കൊന്തയിടാത്ത സഭയാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കൊന്തയിടൂല അവര്. കൊന്തയിടാനും ഞാൻ കയ്യിൽ ഇതേപോലെ കൊന്തയിടാൻ അവരങ്ങനെ തന്നെ ഇടും. ഇനി വീട്ടില് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ മോൾക്ക് ഫീൽ ചെയ്തു? അവിടെ ഈശോ മോളെ അത് അനുഗ്രഹിച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടോ? പാരൻസ് എപ്പോഴും പറയും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിനെ ഇരട്ടിയായിട്ട് അനുഗ്രഹം എപ്പോഴും വരും എന്നുള്ള രീതിയിൽ പറയും. എന്നുവെച്ചാൽ അത് പപ്പ എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ പപ്പയുടെ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും മമ്മിയുടെ പാരൻസ് ആണെങ്കിലും ഭയങ്കര ഇതാണ്, കളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര തല്ലുകൊടുത്തും ഇതൊക്കെയാണ്. അപ്പം ഞങ്ങളൊരു ഇത് കറക്റ്റായിട്ടുള്ള അന്തരീക്ഷത്തിലല്ല ഇറങ്ങണത് കളിക്കാനൊക്കെ. ട്രോഫി സ്റ്റാൻഡൊക്കെ പൊട്ടിച്ചളയുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ മൊത്തം ഡള്ളായിട്ടാണ് കളിക്കാനൊക്കെ ഇറങ്ങണേ. എന്നാലും പപ്പ പറയും എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ എൻകറേജ്. പക്ഷെ ഇപ്പൊ ചാമ്പ്യൻഷിപ്പിൽ വരെ ഈശോയ്ക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുക അല്ലേ? ഈശോനെ കാണിച്ചുകൊണ്ട്, ജപമാല കാണിച്ചുകൊണ്ട്, വിജയത്തിന് പുറകിലെ രഹസ്യം കാണിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് സാക്ഷ്യമാകുന്നുണ്ട്. അതും വലിയ വലിയ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ആൾക്കാർ വരെയാണ് ഈശോയിലേക്ക് അടുക്കുന്നത് അല്ലേ?
ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വിൻസെൻ്റ് നടുവിലെ പറമ്പിൽ വരാപ്പുഴ ദുരൂപത മതബോധന വിശ്വാസ പരിശീലന ഡയറക്ടറായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്നു. 2015-18 കാലയളവിൽ മരട് തോമസുരം പള്ളിയിലെ വികാരിയായിരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊച്ചുമകളെ കാണുന്നത്. അന്ന് കുഞ്ഞായിരുന്നു. അന്ന് മുതൽ ചെസ്സ് കളിക്കുന്ന ആ ഒരു വലിയ കഴിവ് ഈ മകൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് സൺഡേ ക്ലാസ് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, കാരണം മത്സരത്തിന് പോകണം. ആ സമയത്ത് ഞാനൊരു അനുവാദം കൊടുത്തു. പക്ഷേ ബാക്കി എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ലൊരു മകളാണ്. ഇന്ന് ദൈവത്തിൻ്റെ കരത്തിൽ ഈ മകൾ ഒത്തിരിയേറെ വലിയ വിജയങ്ങൾ നേടുന്നുണ്ട്. അതിന് കാരണമായി ഈ മകൾ എപ്പോഴും പറയാറുണ്ട്, അത് കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ്. ഏതൊരു മത്സരത്തിന് പോകുന്നതിന് മുമ്പും എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായും ഈ മകൾക്ക് ഒത്തിരിയേറെ വലിയ വിജയങ്ങൾ നേടുന്നതിന് കാരണമായി ഈ മകൾ എപ്പോഴും കുടുംബമൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കരം കൊണ്ട് മാത്രമാണെന്നാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ സമയത്ത് വിജയാശംസ നേടുകയാണ്. അടുത്ത നാഷണൽ മത്സരത്തിൽ പോകാൻ പോകുന്നു. പിന്നീട് അന്താരാഷ്ട്ര മത്സരത്തിലേക്കും ട്വിങ്കിൾ പോകും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവിധ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഈ പ്രാവശ്യം കണ്ട ഒരു വലിയൊരു അത്ഭുത കാഴ്ച 2025 വിമൻസ് വേൾഡ് കപ്പിൽ ജമീമ റോഡ്രിക്സ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ക്രിസ്തീയ പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യം അവൾ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് അവൾക്ക് മത്സരത്തിൽ ഇന്ത്യയെ ജയിപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. അവൾക്ക് മാൻ ഓഫ് ദ മാച്ച് ലഭിച്ച സമയത്ത് അവൾ അത് ഏറ്റവും ആദ്യം പറഞ്ഞു, ക്രിസ്തുവിന് നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിൻ്റെ കരം പിടിച്ചാണ് അവൾ വിജയിപ്പിച്ചതെന്നുള്ള വലിയ ബോധ്യത്തോടെ അവൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഇതുപോലെ ട്വിങ്കിളിനും ഭാവിയിൽ ഈ ലോകത്തോട് പറയാൻ സാധിക്കട്ടെ, കർത്താവിന് കൈപിടിച്ചാണ് ഞാൻ എൻ്റെ മത്സരത്തിൽ വിജയിക്കുന്നത്. എനിക്ക് പ്രത്യേകമായി കോച്ചില്ല എന്ന് ട്വിങ്കിൾ പലപ്പോഴും പറയാറുണ്ട്, കുടുംബാംഗങ്ങൾ പറയാറുണ്ട്. പക്ഷേ കർത്താവ് ആണ് ട്വിങ്കിളിൻ്റെ കോച്ച്. ഈ മകളെ കർത്താവ് കൈപിടിച്ച് നടത്തും. വലിയ സാക്ഷിയായി ഈ മകളെ മാറ്റട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ട്വിങ്കിളിനും പ്രത്യേകിച്ച് ഇമ്മാനുവേലിനും കുടുംബാംഗങ്ങൾക്കും ഒത്തിരിയേറെ പ്രാർത്ഥനയോടുകൂടെ വരാനിരിക്കുന്ന മത്സരങ്ങളിലേക്കുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു.